എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈൽ ഒരു ഗ്രീൻ പീസ് എഗ് മസാലയാണ്. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്ന് പച്ചമണം മാറി വാടി വന്നതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കുക. 1 കപ്പ് സവാളയാണ്. ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അതിന് 1 കപ്പ് നിറയെ തന്നെ സവാള ഉണ്ടായിരിക്കണം. സവാള ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർക്കുക. ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് സവാളയിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. 2 പച്ചമുളക് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്നും കൂടിപ്പോവരുത്. 1 കപ്പ് സവാളക്ക് 1 തക്കാളിയാണ് എടുക്കേണ്ടത്. എല്ലാം ഒന്ന് നന്നായി വാടി വരട്ടെ. വാടിയതിന് ശേഷം ഗ്രീൻ പീസ് മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവയും ചേർത്ത് കറിവേപ്പില ഇട്ട് എല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. മുട്ടയൊക്കെ എല്ലാത്തിലും നന്നായിട്ടൊന്ന് പുരണ്ട് വന്ന് ഡ്രൈ ആയിട്ട് ചിക്കിയെടുക്കാം. ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി മുകളിൽ മല്ലിയിലയും സവാളയും നുറുക്കിയതും കൂടി ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. താങ്ക് യു.